അബ്ദുൽ കലാമിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും പറയുന്നത് അദ്ദേഹത്തിന്റെ അണുവായുധ പരീക്ഷണം തന്നെയായിരിക്കും. എന്നാൽ ഇതേ ചോദ്യം തന്നെ അബ്ദുൽ കലാമിനോട് നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ദിവസം എല്ലാ പത്രക്കാർക്കും അബ്ദുൽ കലാം ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു പത്രപ്രവർത്തക എഴുന്നേറ്റ് അബ്ദുൽ കലാമിനോട് ചോദിച്ചു, കലാം സാർ, നിങ്ങൾ നമ്മുടെ രാജ്യത്തിന് എത്രയോ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതിൽ ഏത് നേട്ടത്തിലാണ് നിങ്ങൾ അഭിമാനിക്കുന്നത്? അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കരുതി ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച അണുവായുധ പരീക്ഷണം തന്നെയായിരിക്കും മറുപടിയായി പറയുക. എന്നാൽ അദ്ദേഹത്തിന്റെ മറുപടി അതായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സ്കൂളിൽ അതിഥിയായി പോയപ്പോൾ അവിടെ ദേശീയഗാനം പാടുന്നതിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ ബാക്കിലുണ്ടായിരുന്ന പോളിയോ ബാധിതരായ കുറച്ചു കുട്ടികൾ മാത്രം എഴുന്നേറ്റില്ല. അവരോട് കാരണം തിരക്കിയപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള കൃത്രിമകാലിന്റെ തൂക്കം 4 കിലോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. ഇത് കണ്ട ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച് ലാബിലേക്ക് പോയി. അതിനുശേഷം വിമാനത്തിന്റെ ഭാഗങ്ങൾ ചേർത്ത് വെച്ച് 300 ഗ്രാം ഭാരമുള്ള കൃത്രിമ കാലുണ്ടാക്കി കുട്ടികൾക്ക് കൊണ്ടുപോയി ഘടിപ്പിച്ചു കൊടുത്തു. അപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് എന്നെ നോക്കി ചിരിച്ച ഒരു ചിരിയുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞു അബ്ദുൽ കലാം സാർ.